കോൺഗ്രസ് യുപിയിൽ പുതിയ സഖ്യത്തിന് ഒരുങ്ങുകയാണ്. SP-BSP സഖ്യത്തിലുണ്ടായിരുന്നവരെ കോൺഗ്രസിലേക്ക് എത്തിക്കാനുള്ള നീക്കങ്ങളാണ് അണിയറയിൽ നടക്കുന്നത്. ചെറു പാർട്ടികളെ കൂട്ടുപിടിച്ച് പുതിയൊരു പ്രതിപക്ഷ സഖ്യമുണ്ടാക്കാനാണ് നീക്കം. പ്രാദേശിക തലത്തിൽ പ്രിയങ്കയുടെ പ്രതിച്ഛായ കണ്ടറിഞ്ഞാണ് പലരും സഖ്യ ചർച്ചയ്ക്ക് തയ്യാറാവുന്നത്. BJPയിൽ നിന്ന് വിട്ടുനിൽക്കുന്നവർ കോൺഗ്രസുമായി സീറ്റ് ചർച്ചകൾക്ക് ഒരുങ്ങുകയാണ്. കോൺഗ്രസിനൊപ്പം ചേർന്നാൽ കൂടുതൽ സീറ്റുകൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയാണ് ഇവർ സഖ്യം മാറുന്നത്. RLD ആണ് പ്രതിപക്ഷ ഐക്യം വിടാൻ തീരുമാനിച്ചിരിക്കുന്നത്. 5 സീറ്റ് ആവശ്യപ്പെട്ട RLDക്ക് അത്രയും സീറ്റ് നൽകാൻ മായാവതി തയ്യാറായില്ല എന്നാണ് RLD നേതാവ് അനിൽ ദുബെ പറയുന്നത്. RLD കൂടെ നിന്നാൽ ജാട്ട്, മുസ്ലിം വോട്ടുകളുള്ള മുസാഫർ നഗർ, കൈരാന പോലുള്ള മേഖലയിൽ നേട്ടം സ്വന്തമാക്കാൻ കഴിയും. BJP സഖ്യകക്ഷിയായിരുന്ന കൂർമികളുടെ OBC പാർട്ടിയായ അപ്നാദളും കോൺഗ്രസുമായി സഹകരിക്കാൻ തയ്യാറാണ്. പ്രിയങ്കയുടെ വരവിന് പിന്നാലെ കോൺഗ്രസുമായി സഹകരിക്കാൻ തയ്യാറായ പാർട്ടിയാണ് മഹാൻദളും പ്രഗതിശീൽ സമാജ്വാദി പാർട്ടിയും. ഇവർ വഴി 10 സീറ്റുകൾ വരെ കോൺഗ്രസിന് കൂടുതൽ നേടാൻ സാധിക്കും. OBC SP-യുടെയും BSP-യുടെയും വോട്ട് ബാങ്കാണ്. ഇത് ഭിന്നിപ്പിച്ചാൽ നല്ല 1% വോട്ട് കോൺഗ്രസിന് ലഭിക്കും എന്നാണ് വിലയിരുത്തൽ. ചെറു പാർട്ടികൾ കൂട്ടമായി കോൺഗ്രസിലെത്തിയതോടെ ഉത്തർപ്രദേശിൽ പ്രിയങ്ക ഒരു പ്രധാന ഫാക്ടറായി മാറി എന്നതാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.